നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ദാവീദിൻ്റെ ദൈവം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 37 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളവും എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്നരുളി ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ, പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ശാസ്ത്രി വന്ന് ന്യായപ്രമാണത്തിൽ മുഖ്യ കൽപ്പന ഏത് എന്നൊക്കെ ചോദിച്ചു. അവൻ്റെ കാപട്യം മനസ്സിലാക്കിയ, സ്വയനീതി മനസ്സിലാക്കിയ യേശു, ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോൾ സ്നേഹിക്കുക എന്ന് യഹൂദന്മാർ 10 കൽപ്പനയ്ക്ക് നൽകുന്ന വ്യാഖ്യാനം യേശു പറഞ്ഞു. അപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, വളരെ ശരിയാണ്, ദൈവമായ കർത്താവ് ഏകൻ, നിന്റെ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം, കൂട്ടുകാരൻ നിന്നെപ്പോൾ സ്നേഹിക്കണം എന്നുള്ളത് സർവാംഗ ഹോമങ്ങളിലും സകല യാഗങ്ങളിലും വലുതാണ് എന്നൊക്കെ പറഞ്ഞു. യേശു പറഞ്ഞു, നീ സ്വർഗരാജ്യത്തിന് അകന്നവനല്ല, അടുത്താണ്, പക്ഷെ നീ അകത്തല്ല. നിനക്ക് കാര്യങ്ങൾ അറിയാം. 2 കാര്യം, ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരൻ സ്നേഹിക്കുക. ഇതാണ് സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ എത്തേണ്ടതെന്ന് നിനക്കറിയാം. പക്ഷേ ഒരു സ്വാഭാവിക മനുഷ്യന് അത് പൂർണ്ണമായി അനുസരിക്കാൻ സാധിക്കുകയില്ലെന്നും അതിനൊരു രക്ഷിതാവ് വേണമെന്നും പാവത്തിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അടുത്താണ്, അകത്തല്ലെന്ന് യേശു പറഞ്ഞത്. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? അതായത് ആ ശാസ്ത്രി പറഞ്ഞത് ദൈവത്വത്തിൽ ഒരാളത്തമേ ഉള്ളൂ, യഹോവ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പിതാവ് മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം ദൈവമായ കർത്താവ് ഏകനാകുന്നു എന്നാണല്ലോ 10 കൽപ്പനയിൽ 1-ാമത്തെ കൽപ്പന പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഒരു ദൈവം എന്നുള്ളതാണ്. പക്ഷെ ഒരു ദൈവമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്ന, ഏകദൈവം എന്നാണ്. ഒരു ദൈവം എന്നുള്ളതും ഏകദൈവം എന്നുള്ളതും 2 വ്യത്യസ്ത വാക്കുകളാണ് എബ്രായ ഭാഷയിൽ. ഒരു എന്ന് പറയുന്നത് സിംഗുലറാണ്, ഏക എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതായത് പല ആളത്തങ്ങൾ ചേർന്നതിനാണ് ഏകമെന്ന് പറയുന്നത്. ഉദാഹരണം, ഭാര്യ ഭർത്താക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ആദാമിനെ ഹവ്വയെയും കുറിച്ച് ദൈവം പറഞ്ഞത്, അവർ മേലാൽ 2 അല്ല ഏകദേഹമത്രേ എന്നാണ്. നമുക്കറിയാം 2 ദേഹമാണ്, പക്ഷെ ദൈവം അവരെക്കുറിച്ച് പറയുകയാണ് അവർ ഏകമാണ്. അപ്പോൾ ഒന്നിലേറെ ആളത്വം ചേരുന്നതാണ് ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. പക്ഷേ ശാസ്ത്രിമാർ വിചാരിച്ചിരുന്നത് ഒരു ആളത്തമേ ഉള്ളൂ എന്നാണ്. ഭൂരിപക്ഷ യഹൂദന്മാരും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ദൈവത്വത്തിൽ ഒരാളത്വം മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ ദൈവത്വത്തിൽ പിതാവെന്നൊരാളത്വമുണ്ട്, പരിശുദ്ധാത്മാവെന്നൊരാളത്വമുണ്ട്, പുത്രൻ എന്നൊരാളത്വമുണ്ട് എന്ന് പഴയ നിമിത്തത്തിൽ തന്നെ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. അതുപോലെ എൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് നോഹയുടെ കാലത്ത് ദൈവം പറയുന്നുണ്ട്. അതുപോലെ വരുവീൻ, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ ദൈവത്വത്തിൽ നമുക്കൊരു ബഹുത്വം കാണാൻ കഴിയും, ആത്മാവിനെ കാണാൻ കഴിയും. 2-ാം സങ്കീർത്തനത്തിൽ വഴിയിൽ വെച്ച് നശിച്ചുപോയിരിപ്പം പുത്രനെ ചുംബിപ്പീൻ, അവനവൻ്റെ പുത്രനെ ചുംബിക്കാനല്ല, ദൈവപുത്രനെ ചുംബിക്കാനാണ്. അതുപോലെ യെശയ്യാപ്രവചനത്തിൽ ഇസ്രായേൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. പത്രോസ് പറഞ്ഞത് മനുഷ്യരോടല്ല ദൈവത്തോടത്ര നിങ്ങൾ വ്യാജം കാണിച്ചത്.
പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അവിടെ കാണാൻ സാധിക്കും. യേശുവിൻ്റെ സ്നാനസമയത്ത് നമുക്ക് പിതാവ് അശരീരി പുറപ്പെടുവിക്കുന്നു, ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നു, ദൈവപുത്രൻ സ്നാനപ്പെടുന്നു. അവിടെ നമുക്ക് പിതാവിനെയും പുത്രനെയും ആത്മാവിനെയും കാണാൻ കഴിയും. ഇനി സ്നാനത്തിൻ്റെ കൽപ്പന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ ദൈവത്വത്തിൽ ഒന്നിലേറെ ആളത്തങ്ങൾ ഉണ്ടെന്നുള്ളത് പഴയ പുതിയ നിയമങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഏക എന്ന് പറയുന്നത് ഒരു എന്നല്ല. ഏക എന്ന് പറയുന്നത് ഒന്നിലധികം ആളത്തങ്ങൾ ചേരുന്നതാണ്. അതുകൊണ്ടാണ് യേശു 110 സങ്കീർത്തനം 1 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അത് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, പരീശന്മാരൊക്കെ ദൈവത്തിൽ ഒരാളത്തമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നു. പിന്നെ ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ദാവീദ് ക്രിസ്തുവിനെ കുറിച്ച് കർത്താവെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. അതായത് 110 സങ്കീർത്തനം 1 വാക്യത്തിൽ ദൈവം അല്ലെങ്കിൽ പിതാവായ ദൈവം പുത്രനെ സംബോധന ചെയ്യുന്നത് അതായത് എൻ്റെ കർത്താവ് എന്നാണ്. അതായത് പുത്രനെക്കുറിച്ച് ദാവീദ് അവിടെ എഴുതിയിട്ടുള്ളത് എൻ്റെ കർത്താവെന്നാണ്. എൻ്റെ കർത്താവിനോട് പിതാവ് പറഞ്ഞു, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാം. യേശു മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദാവീദ് അത് എഴുതിയിട്ടുള്ളത് എൻ്റെ കർത്താവിനോട്, അതായത് എൻ്റെ ദൈവത്തോട് വലത്തുഭാഗത്തിരിക്കാനായിട്ട് പിതാവ് പറഞ്ഞു എന്നാണ്. അപ്പോൾ മശീഹയെ, രക്ഷിതാവിനെ, നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നവനെ, ഉയർത്തവനെ, സ്വർഗാരോഹണം ചെയ്തവനെ ദാവീദ് കർത്താവ് അല്ലെങ്കിൽ യഹോവ ദൈവം എന്നാണ് വിളിക്കുന്നത്. യേശു ചോദിക്കുകയാണ്, യേശു ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നു. പക്ഷേ ആ യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഇതേ ദാവീദ് പറയുന്നത് എൻ്റെ ദൈവം എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ രണ്ടും കൂടെ ഒക്കുന്നത് എന്നാണ് യേശു അവരോട് ചോദിക്കുന്നത്. ദാവീദ്, അതിൻ്റെ 37 വാക്യം, ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു, ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് പറയുന്നുവല്ലോ, പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു. കർത്താവായ യേശുക്രിസ്തു ദൈവത്വത്തിലെ പുത്രനെന്നുള്ള ആളത്വമാണ് എന്നിവിടെ വ്യക്തമാക്കുകയാണ്. മറ്റൊരാളത്വം പരിശുദ്ധാത്മാവാണെന്ന് ഈ ഭാഗത്ത് തന്നെയുണ്ട്. ദാവീദ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ഇത് പറഞ്ഞത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തിലെ ഒരുപാട് ആളുകൾ ദൈവത്വത്തിൽ ഒരു ആളത്വമേ ഉള്ളൂ, അതായത് പിതാവ് മാത്രം, യഹോവ മാത്രം. യേശു എന്നൊക്കെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, അല്ലെങ്കിൽ ചെല്ലു പറയുന്നത് ദൂതനാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണെന്നാണ് ഒരുപാട് ക്രിസ്തു മതക്കാർ വിശ്വസിക്കുന്നത്. ചിലർ വിശ്വസിക്കുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയാണെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യ ശക്തിയുള്ള ദൈവത്വത്തിലെ 3 ആളത്തങ്ങളാണ്. സാരാംശത്തിൽ തുല്യതയുള്ള 3 ആളത്തങ്ങളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവ് സൃഷ്ടാവാണ്, പുത്രന് സൃഷ്ടാവാണ്, പരിശുദ്ധാത്മാവും സൃഷ്ടാവാണ്. പിതാവ് രക്ഷിതാവാണ്, പുത്രൻ രക്ഷിതാവാണ്, പരിശുദ്ധാത്മാവും രക്ഷിതാവാണ്. പിതാവ് സത്യമാണ്, പുത്രൻ സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യമാണ്. പിതാവ് സർവശക്തനാണ്, പുത്രൻ സർവശക്തനാണ്, പരിശുദ്ധാത്മാവും സർവശക്തനാണ്. പിതാവ് സ്നേഹമാണ്, പുത്രൻ സ്നേഹമാണ്, പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. അപ്പോൾ ദൈവത്വത്തിൻ്റെ സ്വാഭാവിക ഗുണലക്ഷണങ്ങളും ധാർമ്മിക ഗുണലക്ഷണങ്ങളും ഈ 3 ആളത്വങ്ങളിലും ഒരുപോലെയുണ്ട്. ദൈവത്വത്തിലെ, ഏകദൈവത്വത്തിലെ ഈ 3 ആളത്വങ്ങൾ ഒരേ ശക്തി ഉള്ള 3 ആളത്വങ്ങളാണ്. നാം ഏകദൈവ വിശ്വാസികളാണ്, ബഹുദൈവ വിശ്വാസികളല്ല. ആ ഏകദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉണ്ട് എന്ന് മാത്രം. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കണക്ക് ശാസ്ത്രം, അരിത്തമെറ്റിക് അനുസരിച്ച് ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് ദൈവത്തിൻ്റെ ഭാഷയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ കണക്കാണ്, ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ഇത് ശാസ്ത്രിമാർക്ക് അറിഞ്ഞുകൂടായിരുന്നു. യഹൂദന്മാർ ഭൂരിപക്ഷം പേർക്കും അറിഞ്ഞുകൂടായിരുന്നു. ക്രൈസ്തവരിൽ അല്ലെങ്കിൽ ക്രിസ്തീയ നാമധാരികളിൽ നല്ല പങ്കാളുകൾക്കും ഇത് അറിഞ്ഞുകൂടാ. യേശുവിനെ വെറും മനുഷ്യനായും പരിശുദ്ധാത്മാവിനെ വെറും ശക്തിയായും കണക്കാക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ യേശു പിതാവിന് തുല്യനാണ്,
പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ മനുഷ്യനായതാണ്. പരിശുദ്ധാത്മാവും പിതാവിനും പുത്രനും തുല്യനാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പിതാവ് നമ്മെ സ്നേഹിച്ചു, അതാണ് പിതാവിൻ്റെ പ്രവൃത്തി. പുത്രൻ നമുക്കായി മരിച്ചു, അതാണ് പുത്രൻ്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ആളുകളെ ശുദ്ധീകരിച്ച് അവരെ വഴി നടത്തുന്നു, കൃപാവരം നൽകി അവരെ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.